അവന്മാരൊക്കെ എവിടെ? എടാ അവന്മാരെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ പോലെയല്ല, അവരിപ്പോൾ നല്ലൊരു സദ്യ കൊണ്ടിട്ടില്ലേ, പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവര് പോട്ടെ. നീ ഏറ്റിരുന്നു, ഞാൻ പറഞ്ഞു കേക്ക്. പറയും 1.5 സെന്റിൽ ഒരു 4 കെട്ട് സെറ്റപ്പ്. 1.5 സെന്റ് 4 കെട്ടാ? എടാ നിനക്കിത് മനസ്സിലായിട്ടില്ലേത്? 4 കെട്ടിന് മുന്നത്തെ ചുമര് മാത്രം, അതിലൊരു കുഞ്ഞു വാതിൽ, ചെറിയൊരു പൂമുഖം, പിന്നെ കുഞ്ഞൊരു തുളസി തറ. നമ്മുടെ സമ്മറി മധ്യത്തിലെ മറ്റേ ഫാം സെറ്റപ്പ്, വാതിൽ തുറന്ന് വിശാലമായിട്ടുള്ള തെങ്ങും തോപ്പ്, അതല്ലേ? അതല്ല പരിപാടി. എന്നിട്ട് നമ്മൾ ഈ സാധനം സെറ്റപ്പ് ചെയ്ത് നമ്മൾ റെന്റ് കൊടുക്കും. നീ ഇപ്പോഴത്തെ പരസ്യം കണ്ടിട്ടില്ലേ? 4 പേർക്ക് സദ്യ, ഒരു മാവേലി, ഒരു ഊഞ്ഞാല്, ഒരു പൂക്കളം. ഇത്ര ഉള്ളടാ, എത്ര സെറ്റ് ചെയ്താൽ മതിയെന്ന്. അയ്യോ, എനിക്ക് ഓർമ്മയുണ്ടാ പണ്ട് ഓണത്തിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് പിള്ളേരാകും പൂ പൊട്ടിക്കാൻ. ഓണം വെക്കേഷൻ, പൂക്കളം, പുലിക്കളി, ഒന്നൊരാളില്ലേ ഇവിടെ. മാവുള്ളൊരു സ്ഥലം കിട്ടി കഴിഞ്ഞാലേ ഒരു ഊഞ്ഞാലിടാം. ഒരു കവറില്ലേ, ഒരു കവർ മുഴുവൻ തുമ്പപ്പൂ ഉണ്ടെങ്കിലും പൂക്കളത്തിന് സൈഡിക്കാവില്ല സാധനം. നീ ഇതിൽ തേങ്ങി പറയണേ. എടാ നിൻ്റെ പ്ലാൻ കൊള്ളാം. ഇപ്പോൾ ഓണം കഴിഞ്ഞില്ലേ, ഇനി അടുത്ത ഓണത്തിന് നോക്കാം നമുക്ക്. നമ്മൾ ഇപ്പം തൊട്ട് തുടങ്ങിയാൽ അടുത്ത കൊല്ലാകുമ്പോഴേക്കും സെറ്റാവുള്ളൂ. പണ്ടേ ഇവിടുന്ന് പൂ പൊട്ടിച്ചിട്ടൊരു ഫുള്ള് കവർ പൂവായിട്ടില്ലേ, വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെയും പെങ്ങളുടെയൊക്കെ മുഖം കാണണം, ഭയങ്കര സന്തോഷമാവും. അന്ന് ഇത്തിരി നേരം വെയ്യാലും ഒരു ചീത്തയും കേൾക്കില്ലേ. പഴംപുരാണ് അവൻ്റെ. നീ ഒരു കവറ് കുറച്ച് പച്ചക്കറി വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലേ, എടാ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 കാലത്ത് കുറി തൊട്ടിട്ട് നീ വീട്ടിൽ വന്നില്ല എന്തുന്നത്? അത് വായനശാലയിൽ ഇട്ട് വാങ്ങാൻ. അവിടെ നിന്ന് എങ്ങനെ പോയി നമ്മൾ? അതിൻ്റെ പള്ളിയിൽ പോയിട്ട് നമ്മൾ പായസം കുടിച്ചു. എന്നിട്ട് നമ്മൾ ക്ലബ്ബിൽ പോയപ്പോഴേക്കും അവരൊക്കെ പോയില്ലേ. അപ്പോൾ ഈ ഞാൻ പഴഞ്ചൻ പണ്ടേ 7ാം ക്ലാസ്സിലുണ്ട് പൂക്കളോത്സവത്തിന് നിന്റെ പറമ്പിൽ നിന്ന് ചുവന്ന ചീന പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് നിനക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ചുമന്നഞ്ചേരി അല്ലേ? അന്ന് ആ പറമ്പ് കാലിക്കിട്ട് നമ്മൾ പോയേ. നമ്മളിങ്ങനെ ഞങ്ങൾ പോരാ അച്ഛൻ കഴിച്ചാ ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നീ പറഞ്ഞാലേ നിങ്ങളെ സദ്യ എനിക്ക് പാഴ്സൽ തന്നാൽ മതി. ശരിയാട്ടാ, ഈ തുമ്പപ്പൂ ഒരു കവറടിക്കും കാര്യമില്ല, തികയില്ല. പിന്നെ പെട്ടെന്ന് വാടും. അതിന് വാടാൻ പറ്റിയ സൂത്രമുണ്ട്. ഒന്നെങ്കിൽ തണ്ടടക്കം പൊട്ടിക്കുക, അല്ലെങ്കിൽ തലേ ദിവസം പറിച്ച് വെച്ചിട്ടുണ്ട് അത് ന്യൂസ് പേപ്പറിലിട്ടിട്ട് വെള്ളം തെളിക്കുക. എൻ്റെ കാലത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതിന് തുമ്പപ്പൂ പൊട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യം